ഹലോ ഗെയ്സ്, NH47 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ്, ഇന്ന് ഞാനുള്ളത് മൺട്രോ തുരുത്തിലാണ്. കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞൊരു ഐലൻഡാണിത്. വളരെ ലോകപ്രശസ്തമായ ഒരു സ്ഥലമാണ് ഈ മൺട്രോ തുരുത്ത്. ഒരുപാട് ഫോട്ടോഗ്രാഫി മത്സരങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കോമ്പറ്റീഷനിൽ പേരെടുത്ത ഒരു സ്ഥലമാണ് മൺട്രോ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഏരിയയാണ് നമ്മളെ ഈ മൺട്രോ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം വൈകുന്നേരമാണ്, ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഇരിക്കുന്ന തന്നെ ഈ ഒരു വള്ളം, ഇത് റൈഡിങ്ങിനായിട്ടൊക്കെ പോകുന്ന വള്ളങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് പ്രൈസ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഇതൊരു ഐലൻഡാണ്. ടോട്ടലി മൊത്തം നമുക്ക് ഈ കണ്ടൽ കാടുകളും അതുപോലെ തന്നെ കുറച്ച് ബാക്ക് വാട്ടേഴ്സും കായലിലെ വെള്ളവും ആയിട്ട് മിക്സ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളിപ്പം ബൈക്കിലാണ് വന്നത്. ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. അതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത് നോക്കാം. മെയിനായിട്ട് വാട്ടർ ആക്ടിവിറ്റീസാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ കയാക്കിങ്ങും ബോട്ടിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണുള്ളത്. അപ്പം ജസ്റ്റ് നമുക്ക് നടന്നു നോക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് അങ്ങോട്ട് നടന്ന് കാണാനായിട്ടുള്ള. അപ്പം അവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബോട്ട് റൈഡുകളുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ്, ഹോം സ്റ്റേ അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നടന്നിട്ട് വരാം ഗൈസ്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമുക്ക് ഈ മൺട്രോ ഐലൻഡിലോട്ട് വരാനായിട്ട് നമുക്ക് 2 വഴികളാണ് ഉള്ളത്. നമുക്ക് അഞ്ചാലുമൂട് നമുക്ക് ഫെറി ഉണ്ട്. ഫെറിയിൽ നമുക്ക് ഈ ഇവിടെ കിടക്കുന്ന പാർക്ക് ചെയ്ത കാറുകളും ബൈക്കുകളും ഒക്കെ നമുക്ക് ആ ഫെറിയിൽ കയറ്റി നമുക്ക് അവിടുന്ന് ഒരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജങ്കാർ സർവീസ് അതിലൂടെ നമുക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത് കിടക്കുന്ന വഴി എന്ന് പറഞ്ഞിട്ട് ഇത് ഈ കാണിക്കുന്നത് അവിടുന്ന് വരുമ്പോൾ ഉള്ള ഒരു വഴിയാണ്. ഈ വരുമ്പോൾ ഇവിടെ ഈ കാണുന്നത്. അതിനുശേഷം നമുക്ക് വരാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുണ്ട്ര നമ്മൾ ഭരണിക്കാവ് റൂട്ടിൽ നമുക്ക് വരാനായിട്ട് സാധിക്കും. ആ വരുമ്പോൾ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറി വരുന്നത്. ഫ്രണ്ട്സ്, മെയിൻ റോഡിനടുത്ത് തന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള ചെറിയൊരു കോൺക്രീറ്റ് റോഡാണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കയാക്കിങ്ങിൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല വിശാലമായൊരു കായൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1 മണിക്കൂറിന് 300 രൂപ അവർ പറയുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിലിട്ട് നമുക്ക് അത് കയാക്കിങ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ കയാക്കിങ്ങിൻ്റെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വള്ളത്തിൻ്റെ സർവീസ്, പിന്നെ വള്ളത്തിൻ്റെ സർവീസ് ഉണ്ട്. വള്ളത്തിൻ്റെ സർവീസ് വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ 500 രൂപ. 500 രൂപ എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിളിനകത്തായിരിക്കും. അതിപ്പം ഒരാളായാലും 7 പേരായാലും ഒരു വള്ളത്തിന് 500 പ്രൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ മൺട്രോയിലുള്ള കയാക്കിങ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ ഒരു സർക്കിളാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആ കാണുന്ന ഏരിയയൊക്കെ നമുക്കിവിടെ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ. പിന്നെ കയാക്കിങ് ചെയ്യുന്നവർക്ക് കുറച്ച് അഡ്വഞ്ചറായിട്ട് നിൽക്കുന്നവർക്കും കിടലോട്ട് ചെയ്യാൻ പറ്റിയ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്. വെട്ടം അടിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. ആ ഒരു സൈഡുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. വരുമ്പോൾ 2 സൈഡിലുമായിട്ട് നല്ല രീതിയിൽ ഈ കയാക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ വള്ളത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കൊട്ടവത്തിൻ്റെയൊക്കെ ആൾക്കാരുണ്ട്. ഇന്ന് ഇച്ചിരി തിരക്കാണ്. ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞായറാഴ്ച വന്നതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇവിടെ ഇങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റും. തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നില്ലേ, അവിടെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ 2 ഏരിയയിലായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പേര് കയാക്കിങ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് താഴെ ഒരു ബ്രിഡ്ജ് പോലാണ്. അപ്പം അതിൻ്റെ താഴെ കൂടെ അവർ പാസ് ചെയ്ത് ചെറിയ കണ്ടൽ കാടിൻ്റെ ഇടയിൽ നിന്ന് നേരെ കായലിലോട്ട് എൻട്രി ചെയ്യുന്നൊരു സീനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കായലിലെ വെള്ളം തന്നെ നമുക്ക് ബാക്കിലോട്ട്, ഞങ്ങൾ ഇരിക്കുന്ന സൈഡിൻ്റെ ബാക്കിലോട്ടായിട്ട് നമുക്ക് ചെറിയ ഈ വയലുകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഒരു കായലിലോട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിനകത്തൊക്കെ സംഭവത്തിനാണ് ഞങ്ങൾ ഇരുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടതും വലതും സൈഡിലുമായിട്ട് ഒരുപാട് ഹോട്ടൽസും പിന്നെ അതുപോലെ തന്നെ ടീ ഷോപ്സും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസ് അവിടെ നിന്ന് റിട്ടേൺ വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ കഴിഞ്ഞ മഴയിൽ വെള്ളം കയറി പൊട്ടിയതാണ്. അപ്പം ഈ തിരകളടിച്ചിട്ട് ഒരുപാട് വട്ടം ആകുമ്പോഴത്തേക്കും ഈ നടപ്പാത പൊട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ പൊട്ടിയതാണെന്ന് അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക്, അതായത് നമ്മളെ ഈ കയാക്കിങ് അതുപോലുള്ള പരിപാടികൾ ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് അവർ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തിട്ടാണ് അവർ
ബോട്ടിലോട്ടും വള്ളത്തിലോട്ടും ഒക്കെ റൈഡ് പോകാനായിട്ട് അനുവദിക്കുള്ളൂ. സേഫ്റ്റി ജാക്കറ്റോ അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റോ ഇല്ലാത്ത ആരെയും അവർ ഈവൻ കടലിൽ കായലിലായാലും അതല്ല കണ്ടൽക്കാടുകളായിട്ടും ഇറക്കി വിടുന്നതായിരിക്കത്തില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു വള്ളത്തിൻ്റെ പണി നടക്കുന്നതായിട്ടുണ്ട്. അവിടെ മൊത്തം ചെളിയും അഴുക്കുമായിട്ട് കിടക്കുന്നുണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കാഞ്ഞത്. റൈറ്റ് സൈഡിലായിട്ട് തന്നെ തൊട്ട് കയറി വരുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ ഇവിടങ്ങളിലായിട്ട് ക്യാമറാസ് വെച്ചിട്ടുണ്ട്. CCTV ക്യാമറാസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ അടുത്തൊരു ഫാമിലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് പോകാനായിട്ട്. നമ്മളെ വള്ളത്തിനകത്തോട്ട് കയറാനും അതുപോലെ തന്നെ സേഫ്റ്റി ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോയത്. നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു റൈഡ് നടത്താവുന്നതാണ്. മാക്സിമം ഒരു ഫാമിലിയായിട്ട് വരിക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററാന്ന് തോന്നുന്നു. കാര്യം 500 രൂപയ്ക്ക് 1 മണിക്കൂർ നമുക്ക് ഈ ഒരു സർക്കിൾ മാത്രമല്ല ഇതിനകത്തൂടെ കയറി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് നല്ല ഒരു ചാൻസ് ആണ് അത്. ഇപ്പോഴത്തെ കാണുന്ന നമ്മൾ കായലാണ്. ഇപ്പോൾ അവിടുന്ന് റൗണ്ട് ചെയ്താണ് ഇപ്പോഴത്തെ നമ്മൾ കായലിലൂടെയൊക്കെ വന്ന് കയറുന്നത്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പലരും റൈഡ് കഴിഞ്ഞ് വരുന്നവരും പോകുന്നവരുമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. അടുത്തത് ഈ കാണുന്ന ഒരു സെപ്പറേറ്റ് ഒരു കൃഷിയിടമാണ്. കൃഷിയിടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഞണ്ടോ കൊഞ്ചോ ഇതിലൊരു ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും നമ്മളിവിടത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് കായലിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് ഒരു ബോർഡർ കണക്ക് തിരിച്ച് നമുക്ക് അവർ കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവം നമുക്കറിയാൻ പറ്റത്തില്ല. അകത്ത് എന്തോ കൃഷി ചെയ്യുകയാണ്. അടുത്തൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അതിനെ കൂടുതൽ നമ്മൾ അവിടെ നിന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് എഴുതി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചറിയുകയുണ്ടായി. അതിനടുത്തായിട്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത്. അത് ഫൈനൽ വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏകദേശം നമുക്ക് നല്ല ലെങ്തിൽ, അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ മൊത്തം കയാക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ബോർഡർ വെച്ചിട്ടുണ്ട്. അത് ബോർഡർ അവർ പറഞ്ഞു തരും. പക്ഷേ ഈ ഏരിയയിലെല്ലാം നമുക്ക് കയാക്കിങ് അലൗഡാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ബോട്ടോ സർവീസോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് വേറെ വള്ളങ്ങളോ വന്ന് ഇടിക്കുകയോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ലൈനിൽ വന്ന ആ ഒരു വ്യൂവിൻ്റെയൊക്കെ ലാസ്റ്റ് എൻഡിൽ നിന്ന് നമ്മൾ ഇനി റിട്ടേൺ നടക്കുകയാണ്. തിരിച്ച് വരുന്ന വഴി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടും കുറച്ച് വ്യൂസ് ഉണ്ട് കാണാൻ. അതായത് നമ്മളെ ഇൻ്റർനാഷണൽ ലെവലിൽ ഫോട്ടോ ഒക്കെ ക്ലിക്കായ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലം കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. റോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് റോഡിൽ തന്നെ നല്ല വ്യൂ, അതായത് സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് റോഡ് സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് ഇരിക്കാൻ ഉള്ള ഒരു സീറ്റും ബെഞ്ചും കാര്യങ്ങളൊക്കെ നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CCTV ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റ് ഇടരുത്, ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നുള്ള നല്ലൊരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് അത് നല്ല ഒരു വോയിസ് ഓവർ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV സർവലൻസ് ആണ്. പോകുന്നവർ ദയവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുക. മാക്സിമം സേഫായിട്ട് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് തിരിച്ച് കൊണ്ടുവന്ന് പ്രോപ്പറായ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് നിന്നേ ഇവിടെ കുറച്ച് പ്ലേ ഗ്രൗണ്ട് എന്ന സംഭവമുണ്ട്. അതിനകത്ത് കണ്ടൽക്കാടിൻ്റെയൊക്കെ അടുത്ത് പോകാൻ പറ്റുന്നത്. ബോട്ടിലും പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് നേരത്തെ നമ്മളൊന്ന് സ്ഥലമാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ നടന്നല്ലാവുന്ന സ്ഥലമാണിത്. ഇനിയിപ്പോൾ കാണുന്നത് അതിന് ഓപ്പോസിറ്റ് ഇന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആ കണ്ടൽക്കാടൊക്കെ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും തോന്നും. നമുക്ക് ആ ഒരു ഏരിയയിലോട്ടൊക്കെ ആയിട്ട് ഉള്ളത് എന്താ പറയുക ബേസ്മെൻ്റാണ് കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ കാണാൻ പറ്റുമെന്ന്. കണ്ടൽക്കാടുകളൊക്കെ ഏകദേശം ഈ ഒരു സൈഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളാണ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ കുറച്ച് സൺഡേ ആഘോഷിക്കാൻ വന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ കാണിക്കുന്നില്ല. കയാക്കിങ്ങിന് വരുന്നവർക്കൊക്കെ ആയിട്ട് നമുക്ക് ബോട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൊണ്ടുവരും. നല്ല ഒരു വ്യൂ ആയിരിക്കും അത്. നല്ലൊരു ബോട്ട് വരുന്നുണ്ടോ. കണ്ടൽക്കാടുകളാണത്. നല്ല അടിപൊളി വ്യൂ ആണത്. വെയിൽ അല്പം ഒന്ന് മാറിയിട്ടുണ്ട്, എന്നാലും കൊള്ളാം. ഇവിടെ ഇങ്ങനെ ബോട്ടും
കയാക്കിങ് ബോട്ടിങ്ങും അല്ല നമ്മുടെ സാധാ വള്ളമൊക്കെ നല്ല രീതിയിൽ. പിന്നെ അതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്. ഏകദേശം ആ സൈഡിലായിട്ട് നമുക്കൊരു കണ്ടൽക്കാട് സെയിം തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് നമ്മളെ മൺട്രോ ഐലൻഡിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളൊരു 10-15 മിനിറ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തായിരുന്നു. കയാക്കിങ്ങും അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മൾ ബോട്ടിങ്ങോ കാര്യങ്ങളൊന്നും എടുത്തില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് വലിയ റഷോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വന്നത് നമ്മളെ ഭരണിക്കാവ് വഴിയാണ്. തിരിച്ച് പോകുന്നത് നമ്മളെ ഫെറി മണി 6:30 ആയിട്ടുണ്ട്, 6:15 6:20 ആയിട്ടുണ്ട്. ലൈറ്റ്സ് കുറച്ച് ഡൗൺ ആയി തുടങ്ങിയാണ്. അപ്പം അതിനു മുമ്പ് നമ്മളിനിപ്പോൾ കയാക്കിങ്ങിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി പോയി വന്നത്. ഫെറി മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വന്നത് നമ്മളെ കേരളപുരം ഭരണിക്കാവ് ആ വഴിയാണ് വന്നത്. ഇനിയിപ്പോൾ പോകുന്നത് നമ്മൾ അഞ്ചാലുംമൂടി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൺട്രോയുടെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ നമുക്കിവിടെ പോകുമ്പോൾ ഫെറിയുടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫെറി കൂടി യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ചാർജസ് കാര്യങ്ങൾ അങ്ങനെ. അപ്പം നമ്മൾ ബൈക്കിലാണ് വന്നത്, കാറും നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. കാറിൽ നമുക്ക് ഫെറി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മൺട്രോയിൽ നമ്മൾ വിടിയാണ് തൽക്കാലത്തേക്ക്. ബാക്കി നമുക്ക് ഫെറിയിലോട്ട് പോകുന്നതും ആ റോഡിൻ്റെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ഫെറിയിൽ ചെന്ന്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഇതാ ഫെറിയുടെ അടുത്തോട്ട് പോയാണ്. ബൈക്കിലാണ്. ഇനി കാറ്റിൻ്റെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള ആരും അറിയത്തില്ല. വരുന്ന വഴിയൊക്കെ അല്ല ഈ സ്ഥലം. ഓരോ ഹട്ട് കണക്കാണ്. നമുക്കിവിടെ റൂം എടുത്തിട്ട് നമുക്ക് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു കയാക്കിങ്ങിൻ്റെ സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. എസ്ക്രോസ് എന്നാണ് നമ്മൾ ആ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ മൺട്രോയിൽ നമ്മൾ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പം വരുന്ന വഴിക്കെല്ലാം നമുക്ക് ഈ ഒരു വ്യൂ ഇപ്പം കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കുഞ്ഞു ചൂണ്ട വെച്ച് മീൻ പിടിക്കുന്ന ഒരു വ്യൂ കാണാം. ഇതെല്ലാം ചെറിയ ചെറിയ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ ഉള്ള വഴികൾ. ഇതിലൊക്കെ കയാക്കിങ് നമുക്കിവിടെ സാധ്യമാകുന്നതാണ്. പക്ഷേ റോഡുകളൊന്നും ഒരു രക്ഷയില്ല ഗൈസ്, ഫ്രണ്ട്സ്. നല്ല അടിപൊളി റോഡുകളാണ്. റോഡിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു കംപ്ലയിൻസും പറയാനില്ല. എല്ലാം നല്ല ടാർ ചെയ്ത നല്ല അടിപൊളിയായിട്ടിട്ടുന്ന റോഡ്, കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഇപ്പം ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും എല്ലാം നല്ല സ്മൂത്തായിട്ട്. അതുമല്ല ഇപ്പം മഴക്കോടെ ചെറുതായിട്ട് കയറി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. കാര്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. നമ്മൾ റെയിൻകോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി. ഇനിയിപ്പം ഫെറി അടുത്തെത്താറായെന്ന് തോന്നുന്നു. ഇതുവഴിയാണ് ഫെറിയിലൂടെ പോകുന്ന വഴി. ഈ മഴ കാരണം നമ്മൾ പല മരങ്ങളും മുറിച്ചിട്ടേക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പുറത്തുനിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഫെറിയിലോട്ടാണ്. ഫെറിയിലെത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന നമ്മളെ പെരുമൺ പാലത്തിൻ്റെ പാരലായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് വരാൻ പോകുന്നത്. നമ്മളെ പെരുമൺ പാലത്തിലോട്ട് പോകുന്ന വഴി ഇപ്പോൾ തൽക്കാലം ബ്ലോക്കാണ്. അപ്പുറത്ത് പാലം പണി നടക്കുന്ന കാരണം നമുക്ക് ആ പാലം കാണിക്കാനുള്ള സംവിധാനമില്ല. ഇതിപ്പോൾ ഈ സെയിം പാലം കണക്കുള്ള ഒരു പാലമാണ് പെരുമൺ പാലം എന്ന് പറയുന്നത്. ഏകദേശം 1988 ഒരു അപകടം നടക്കുകയുണ്ടായി. ഇവിടെ 105 പേരും മരിക്കാനിടയായ ഒരു ട്രെയിൻ അപകടമായിരുന്നു. അതിൽ ഒരുപാട് ട്രെയിനിൻ്റെ ബോഗികൾ വെള്ളത്തിലേക്ക് താന്നു പോവുകയുണ്ടായിരുന്നു. പലരും അതിൽ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പോഴും ഈ ഇന്ത്യൻ റെയിൽവേ അത് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ അല്ല, ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ഏരിയയുണ്ട്. അത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇതിൻ്റെ നമ്മളെ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് പോകാനോ മറ്റ് സംഭവങ്ങൾ എടുക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കയറാനായിട്ട് ഒരു ചെറിയൊരു ഇടുക്ക് വഴിയുണ്ട്. അപ്പം നമ്മൾ ആ വഴി അങ്ങോട്ട് പോവുകയാണ്. അപ്പം ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു വീഡിയോ എടുക്കാനോ ആ സൺസെറ്റ് കാണാനും വേണ്ടി നമ്മൾ ആ താഴോട്ടുള്ള കിടക്കുന്ന വഴി നമുക്ക് ഈവൻ കാറുള്ളവർക്കായാലും നമുക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറാനും അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, റെയിൽവേ ലൈനാണ്, അതുകൊണ്ട് ട്രാക്കുള്ളതാണ്. അത് ശ്രദ്ധിക്കാം. മെയിനായിട്ട് കൊച്ചുകുട്ടികളായിട്ടൊന്നും പോകാതിരിക്കുക മാക്സിമം. റെയിൽവേ ട്രാക്ക് ഡച്ചാൽ കായൽ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കൊല്ലത്തുനിന്ന് വരുന്ന റെയിൽ ലൈൻ. അറിയാമേ ട്രെയിൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം.
ക്രോസിങ് നടക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരാൾ നമുക്ക് വല വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത് വല വീശ് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വെറൈറ്റി ആയിട്ട് ഒരു കാഴ്ച ഉണ്ട്. നമ്മൾ അതിലേക്കൂടെ ഒരു കാറ് വരുന്നു. ഒരു സൈഡ് മൊത്തം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. ആ സൈഡിൽ കൂടെയാണ് നമ്മളെ ഈ മാരുതിയുടെ ചെറിയൊരു വണ്ടി കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഈ റോഡിൽ കൂടെ ഇങ്ങനെ, അതും ഒരു ലേഡിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആ മേഡം അതുവഴി നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോയി തന്നെ ചെയ്തു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റോഡുണ്ടെന്നും അതിലേക്കൂടെ നമുക്ക് കാറ് പാസ് ചെയ്ത് പോകാമെന്നുള്ളൊരു സംഭവം. പെട്ടെന്നാണ് ഹോണ്ട സൗണ്ട് കേട്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആ ട്രെയിൻ വരുന്നത്. ആ ഒരു വ്യൂ ഒന്ന് കണ്ടു നോക്കാം. എടുക്കാൻ പറ്റത്തില്ലേ? ഫ്രണ്ട്സ്, അങ്ങനെ ട്രെയിൻ ഞങ്ങളെ തൊട്ടില്ല എന്നും പറഞ്ഞ് പോയി. അപ്പം ഈ ചേട്ടൻ ഇപ്പോൾ എറിയും എന്നും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്തു. ചേട്ടൻ വലയെടുക്കുന്നു, കറക്കുന്നു, പിന്നെ താഴെ വയ്ക്കുന്നു, പിന്നെ എടുക്കുന്നു. ഒരുപാട് നേരം കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പുള്ളി ചെയ്യുന്നു. ഇത് വല വീശുന്നില്ല. പിന്നെ ഫൈനലി ഒരുപാട് വീഡിയോ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അവസാനം. ഇതിപ്പോൾ ഫൈനലി അദ്ദേഹം വല എടുത്തു, ഇപ്പോൾ എറിയും എന്നുള്ള രീതിയിൽ നിന്നു. അപ്പോൾ ഫൈനലി വല എറിഞ്ഞു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനുള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ ഒരുപാട് വട്ടം എനിക്ക് സത്യത്തിൽ ചിരി വന്നു. നമ്മൾ ഓരോ വട്ടവും വീഡിയോ എടുത്ത് വയ്ക്കുമ്പോൾ പുള്ളി 2-3 വല ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പിന്നെയും തറയിട്ടും. അപ്പോൾ അതിൻ്റേതായ ടെക്നിക്കൽ വശങ്ങൾ ഓക്കെ ആവാത്തതുകൊണ്ടായിരിക്കണം അദ്ദേഹം അറിയാത്തത്. അപ്പോൾ എന്നാലും അടിപൊളി ഒരു സീനായിട്ട് അദ്ദേഹം എന്തായാലും വല എറിയുകയും നമുക്കത് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഞാനുണ്ടെന്ന് നോക്ക്, അടിപൊളിയായിരിക്കും. ഈ മഴ പെയ്ത് വെള്ളം കയറുന്ന ഇതിലേ കൂടാണ് ആ നേരത്തെ കാണിച്ച ഒരു കാറ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോയത്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടോ കേട്ടോ. ഞാൻ നല്ല രീതിയിൽ പേടിച്ചു. ഇതിലേ കൂടെ പോകുമോ, ഇനി താഴെ പോകുമെന്നൊക്കെ ഉള്ള. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് ഇതുവഴി ഓടിപ്പോകാം. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെങ്ങാണ്ടാണ് ഡെയിലി പോയ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അപ്പം അതും കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഫെറിയിലോട്ട് പോവാം. ഫെറിയിലോട്ട് പോയപ്പോൾ ചെറിയ എടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ ഫെറിയിലോട്ട് എത്തിയിട്ട് കാണാമെന്നുള്ള കൺക്ലൂഷനിലായിരുന്നു നിർത്തിയത്. ഈ പാലത്തിൻ്റെ അടുത്താണ് നമ്മൾ നേരത്തെ വന്ന് ഇന്ന് ഇപ്പുറത്തെ ഈ ട്രെയിൻ പോകുന്ന പാലം ഷൂട്ട് ചെയ്തത്. ഫ്രണ്ട്സ്, അവിടെ പാലം പണി നടക്കുന്ന കാരണം നമുക്ക് നമുക്ക് ഫെറി സർവീസ് ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടാണ് ഫെറി വരുന്നത്. അലങ്കാർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അതും താഴോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴോട്ട് പോകാനുള്ള വഴിയും കൂടെ നോക്കിയത് എങ്ങനെയാണുള്ളത്. ഇവിടുന്ന് താഴോട്ടാണ് പോകുന്നത്. നേരത്തെ ഇവിടുന്ന് നേരെ പോകുന്ന വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ വേണം പോകാൻ, ഫ്രീ പോകണമെന്നുണ്ടെങ്കിൽ. വേറെ വണ്ടികളൊന്നുമില്ല, വെയിറ്റ് ചെയ്യാണ്. ഇനി എത്ര മണിക്കാന്നുള്ള കാര്യം അറിയാൻ വയ്യ. മുമ്പ് അപ്പുറത്ത് നിന്നായിരുന്നു വയ്ക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്മളെ വണ്ടിയാണ്. ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഈ ഫെറിയുടെ അടുത്ത് നിൽക്കുകയാണോ. ഇതാണ് ഫെറിയിലോട്ട് കയറ്റേണ്ട, ഈ വണ്ടി കയറ്റാനുള്ള ആ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെയായിട്ടൊരു ഐലൻഡ് കാണാനായിട്ട് സാധിക്കും. സാമ്പ്രാണിക്കുടി പോലെ ഉണ്ടോ, ഒരു ഐലൻഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ. സാമ്പ്രാണിക്കുടി എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കി അതെല്ലാം പോയി കാണും. ചെറിയതായിട്ട് മഴക്കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാർക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ സ്ഥലം പിടിയാണ്. കുറച്ച് ചേട്ടന്മാരുണ്ട്, അവർക്ക് ചോദിച്ചപ്പോൾ ഫെറി ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്നെങ്ങാണായിരിക്കും ഫെറി വരുന്നത്. എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തോടെ കറങ്ങിയാൽ വന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യ എങ്ങനെയാണ് എൻ്റെ ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന്. പ്രസൻ്റ്ലി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ട ബ്രിഡ്ജാണിത്.
അപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ടാണ് നമുക്ക് വേറെ മറ്റൊരു ബ്രിഡ്ജുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് ഫെറിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ഫെറി സർവീസ് ഇങ്ങോട്ട്, അതായത് ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇപ്പോൾ ഫെറി സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജങ്കാർ അങ്ങനെ പതുക്കെ വരുന്നു. ഇങ്ങോട്ട് ഒരാളില്ലല്ലേ വല്ലാട്ട്. ആ സൈഡിൽ നിന്നാണ് വന്നത് മൊത്തം, അവിടെ നിന്ന് ഇങ്ങനെ വന്നത് കാറൊക്കെ കൊണ്ടുവരുത്തും. നമുക്കാണുള്ള ജങ്കാർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുക്കാതെ പതുക്കെ അടുത്തോണ്ടിരിക്കുക. ബാക്കിലോട്ടല്ലേ? ഇവിടെ നിന്നുള്ള വണ്ടികൾ ഫെറിയിലോട്ട് കയറിയാണ്, ജങ്കാറിലോട്ട് കയറിയാണ്. അപ്പം ഈ കാറ് കയറ്റുന്ന പരിപാടി ഇച്ചിരി റിസ്ക്കാണ്. എനിക്ക് ഇപ്പോഴും പേഴ്സണലി എനിക്കും പേടിയുണ്ട് ഈ ഒരു സംഭവം കയറി. നമ്മൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ചെറിയ നീങ്ങി പോകുന്നതായിട്ട്, ജങ്കാറ് നീങ്ങുന്നതായിട്ട്, വണ്ടി ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള. എനിക്കും പേടിയുണ്ടായിരുന്നു. വളരെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ കണ്ടത് ഈ ഒരു സംഭവം. പിന്നെ അതല്ല, അതൊക്കെ അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഫെറി നമ്മൾ നല്ല രീതിയിൽ ഇതിടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി നേരെ പോയാൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു എന്താ പറയുക ചങ്ങല ക്രോസ് ചെയ്തിട്ടുണ്ട്, അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ തട്ടി നിൽക്കാനായിട്ട്. പിന്നെ 1 by 1 ആയിട്ട് ഈ ഞായറാഴ്ച ആയതാണെന്ന് തോന്നുന്നു ഒരുപാട് വണ്ടികൾ വരുന്നു, 3-4 വണ്ടികൾ വരുന്നുണ്ടായിരുന്നു ഇതിനകത്തോട്ട് കയറ്റാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ വണ്ടികളായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൈഡ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 വണ്ടികളൊക്കെ അറ്റ് എ ടൈം ഇരിക്കാൻ തോന്നുന്നു. അപ്പം അത് 1 by 1 ആയിട്ട് വണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഈ വണ്ടികളെല്ലാം ലോഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് അപ്പുറത്തെ കരയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം 1 by 1 ആയിട്ട് വരികയാണ് വണ്ടികൾ. ഇതിൽ നല്ല എക്സ്പേർട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു വണ്ടിയാണ്. പുള്ളി ആ ചേട്ടൻ്റെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ നല്ല നൈസാണ്. വണ്ടി നല്ല 916 ഗോൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എക്കോ സ്പോർട്ട് നല്ല കിടിലം വണ്ടിയാണ്, നല്ല മെയിൻറ്റെയിൻ, നല്ല വൃത്തി കൊണ്ട് വണ്ടിക്ക് നല്ല അടിപൊളി ഒരു വണ്ടിയായിരുന്നു. പുള്ളി സ്മൂത്തായിട്ട് ഓടിച്ച് കയറ്റി. അങ്ങനെ ഞങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഉണ്ട് അപ്പുറത്തുനിന്നൊരു വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് തരുന്നു വളരെ സ്പീഡിലായിട്ട്. അപ്പോൾ പുള്ളിക്കും ഒരു 2 മിനിറ്റ് താമസിച്ചാണെങ്കിൽ പുള്ളിക്ക് ഈ വണ്ടി മിസ്സായാണ്, ഈ ജങ്കാറ്. അങ്ങനെ പതുക്കെ നമ്മളെ ജങ്കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് നല്ല സ്മൂത്തിലായിരുന്നു, അത് ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട്. അതുപോലെ നല്ല ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് സ്പീഡിലാണ് അവിടെ നിന്ന് നമ്മൾ ഇതിങ്ങനെ മാറിയത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല സ്പീഡിലാണ് മൂവ് ചെയ്ത് മാറുന്നത്. എത്ര സ്പീഡാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. നമുക്ക് അതിനകത്തോട്ട് കയറി നോക്കാനോ സ്പീഡ് നോക്കാനോ ഒന്നും ഞാൻ അന്നേരം നമുക്കൊരു ഇതില്ലായിരുന്നു. പക്ഷേ നല്ല മൂവ്മെൻ്റാണ്, നല്ല സ്പീഡിലാണ്. എനിക്ക് തോന്നുന്നു 20-25 km/h ആ ഒരു സ്പീഡിലാണ് മാറുന്നതെന്ന് തോന്നുന്നു. ഏകദേശം 3 മിനിറ്റ്, ലെസ് ദാൻ 3 മിനിറ്റിലൂടെ ഇത്രയും ദൂരം മാറിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് അകത്തിരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഏകദേശം ഒരു 6-7 ബൈക്കുകളും അതുപോലെ തന്നെ ഒരു 4 കാറാന്ന് തോന്നുന്നു. 1, 2, 3, 4, 5 വണ്ടി ഇടാനുള്ള സ്പേസും ഉണ്ട്. അപ്പം ഇതിൻ്റെ ചാർജ് വരുന്നത് ബൈക്കിന് 20 രൂപയേ ഉള്ളൂ. ബൈക്കിന് 20 രൂപയും
അതുപോലെ തന്നെ കാറിനാണെന്നുണ്ടെങ്കിൽ 70 രൂപയാണ്. അത്യാവശ്യം റീസണബിൾ പ്രൈസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മളെ ജങ്കാറിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ ഡ്രൈവർ എന്നാണോ അറിയത്തില്ല എനിക്ക് പറയുന്നത്, ക്യാപ്റ്റനോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടേംസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പുള്ളി അവിടെ നിന്നാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തായിട്ടൊരു വള്ളം കാക്കുന്ന സംഭവത്തിനകത്ത് ഈ കാണുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ മൺട്രോത്തുരുത്ത് പാലം വരാൻ പോകുന്നത്. പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം കാണുന്നതാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ്, ആ പെരുമൺ ദുരന്തമുണ്ടായ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 2 ബ്രിഡ്ജുണ്ട് അവിടെ. അതിപ്പം ലൈറ്റ് പോകൊണ്ട് എത്ര ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. 2 ബ്രിഡ്ജുണ്ട്. അതിൽ ഫസ്റ്റ് ബ്രിഡ്ജ് വരുന്നേക്കുന്നതാണ് നമ്മളെ ഈ മൺട്രോയിലോട്ടുള്ള വണ്ടികൾക്ക് പോകാനുള്ള ബ്രിഡ്ജും. സെക്കൻഡ് കാണുന്നതാണ് റെയിൽവേ ബ്രിഡ്ജ്. ഈ റെയിൽവേ ബ്രിഡ്ജ് പൊളിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കാറ്റത്ത് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടാണ് നമുക്കൊരു 105 പേര് മരിക്കുകയും അങ്ങനൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ 13 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം നമ്മളുടെ ജങ്കാറ് കരയോടടുക്കുകയാണ്. അപ്പം 10-15 മിനിറ്റിനുള്ളിൽ മാക്സിമം നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരാനായിട്ട് സാധിക്കും. പക്ഷേ ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ജങ്കാറിന് വേണ്ടി ചിലപ്പോൾ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ നമ്മളവിടെ വെയിറ്റ് ചെയ്യാനുള്ളൂ. എന്നാലും ലാഭമാണ്. കൊല്ലം ഈ അഞ്ചാലും മൂട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലം സിറ്റിക്കകത്ത് കിടക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ കല്ലുംതാഴം വരെ ഉള്ള 3 വരെ ഉള്ളവരാണെങ്കിലും ഈ ഒരു ഏരിയയിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമുക്ക് കറങ്ങി അങ്ങനെ കുണ്ട്ര അല്ലെങ്കിൽ കേരളപുരം അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് പെട്രോളും ലാഭിക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് ഒരു ബോട്ട് റൈഡും ആവും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ നേരെ കരയിലോട്ട് അടിക്കുകയാണ്. ഈ കരയിലോട്ട് അടുക്കാൻ വേണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനുള്ള ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പം അദ്ദേഹം അതിനകത്തിട്ട് കറക്കുന്ന സ്പീഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ആശ്ചര്യം തോന്നും. എന്തായാലും അദ്ദേഹം നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ്. പുള്ളി നല്ല കറക്റ്റ് രീതിയിൽ തന്നെ അത് കൊണ്ടുപോയി അടുപ്പിക്കുന്ന സീനും ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ലൈറ്റൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. 6:30-6:45 സമയമൊക്കെ ആയിരുന്നു അവിടെ ഇത് അടുപ്പിക്കുമ്പോഴത്തേക്ക്. പുള്ളി ഇപ്പം അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ അത് ലോക്കൊക്കെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് വന്ന വണ്ടികൾ അവിടുന്ന് ഇറക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ മൺട്രോയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ചെറിയൊരു ഒന്ന് കറങ്ങാൻ പോകുക വൈകുന്നേരം സമയത്ത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാൻ പോയി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.